വരൂ, നമുക്ക് ലഞ്ച് കഴിക്കാം. ഇല്ല, ഞങ്ങൾ വീട്ടിലേക്ക് പോവാ. മാഡം സമയം നോക്കിയിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് വന്നോളൂ. ഞങ്ങളിന്ന് ഇറങ്ങട്ടെ. വാ ഉണ്ണി. ഞാൻ പറഞ്ഞില്ലേ മാഡം, വസുന്ധര എടുത്തി വരുമെന്ന്. കുട്ടികളെ മുൻകൂട്ടി വരുത്തിയത് വളരെ നന്നായി. ഇന്നെല്ലാം തന്നെ നല്ല രീതിയിലാണ് നടന്നത്. ഇനി അങ്ങോട്ടും നല്ലതേ നടക്കുള്ളൂ. ഓൾ ഈസ് വെൽ. എന്റെ ജീവിതം ഉണങ്ങിയ പുളിമരം പോലെ ആയി തീർന്നു. അതിന് വെള്ളം ഒഴിച്ചെങ്കിലേ പൂവും കായൊക്കെ ഉണ്ടാവും. എന്റെ രണ്ടാമത്തെ കല്യാണം സ്വപ്നത്തിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊട്ട് യാഥാർത്ഥ്യമാവുന്നുമില്ല. തീർച്ചയായും യാഥാർത്ഥ്യമാകും. നിന്റെ സ്വപ്നങ്ങൾ ഉടനെ സഫലമാകും. എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്ന നിങ്ങളാണോ പറഞ്ഞത് കൈനോട്ടക്കാരെ? അത് ഞാൻ തന്നെയാണ് മകളെ. എന്റെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? നീ എപ്പോഴാ മനസ്സിൽ വിചാരിച്ച മുഴുവൻ വിളിച്ചു പോവല്ലായിരുന്നു. എനിക്കെല്ലാം അറിയാം മകളെ. കുലസ്വാമി എനിക്ക് തന്ന വരമാണത്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് നടക്കുമല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ നടക്കും മകളെ. നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ കല്യാണം നടക്കാൻ പോവാ മകളെ. എന്റെ മനസ്സിലുള്ള പ്രാർത്ഥന വീട്ടിലുള്ളവർക്കേ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ എന്റെ മനസ്സിൽ എത്തി നോക്കിയതുപോലെ പറഞ്ഞല്ലോ. അത് കുലസ്വാമിയുടെ അനുഗ്രഹമാണ് മകളെ. ഒരു തവണ നിന്റെ കല്യാണം തൊട്ടടുത്തുനിന്ന് മുടങ്ങിപ്പോയതല്ലേ? അത് ശരിയാ. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ചന്ദ്രശേഖരനെ അന്യായമായിട്ട് ജയിലിൽ അടച്ചു. ഈ പ്രാവശ്യം അത് നടക്കില്ല മകളെ. നീ അന്വേഷിക്കുന്നവൻ എത്രയും പെട്ടെന്ന് നിന്റെ കൺമുന്നിലെത്തും. സത്യമാണോ ഈ പറയുന്നേ? എപ്പോ എന്റെ കണ്ണ് കാണും? കാണാൻ എങ്ങനെയുണ്ടാകും? അയാൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? അവൻ നിന്റെ മുന്നിൽ വന്ന ഉടനെ ആകാശത്തിടിയും മിന്നലും എല്ലാം ഉണ്ടാകും. നിന്റെ കണ്ണ് വെട്ടിത്തിളങ്ങും. നിന്റെ കാതുകൾക്ക് കെട്ടിമേളം കേൾക്കാൻ കഴിയും. നിന്റെ മനസ്സ് തുള്ളിച്ചാടും. നീ പുളകിതയാകും മകളെ. ഇത്രയും അത്ഭുതങ്ങളൊക്കെ നടക്കുമെന്ന് പറയാണോ? നിന്റെ രണ്ടാമത്തെ കല്യാണം തന്നെ ഒരു അത്ഭുതമല്ലേ? ഞാൻ പറഞ്ഞാൽ പറഞ്ഞത് നടന്നിരിക്കും. ഇത് കുലസ്വാമിയാണ് സത്യം. എനിക്ക് വളരെ സന്തോഷായി. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. ഈ കൈനോട്ടക്കാരനൊരു ദക്ഷിണ തന്നിട്ട് പോവാ മകളെ. ക്ഷമിക്കണം കേട്ടോ, ഞാൻ മറന്നുപോയതാ. ഇതാ ഈ മോതിരം കയ്യിലിരിക്കട്ടെ. ഇത് മുക്കുപൊണ്ടം പോലെ ഉണ്ടല്ലോ മകളെ. തോന്നാനൊന്നുമില്ല, അതാ സത്യം. എന്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ കല്യാണത്തിന് വാ, നല്ലൊരു സദ്യ തരാം. ശരി, കല്യാണത്തിന് എന്തായാലും വരണേ. ഈ മോതിരം വെച്ചോണ്ട് താൻ എന്ത് ചെയ്യാനാ? അമ്പടി ഭയങ്കരി. വെറുതെ അല്ല നിന്റെ കല്യാണം ഇത്രയായിട്ട് നടക്കാത്തത്. ഇതല്ലേ കയ്യിലിരിപ്പ്. നിന്നെ ആര് കെട്ടുവെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആര് കെട്ടിയാലും അവന്റെ കാര്യം അതോ ഗതി. എന്റെ കുലസ്വാമിയേ. എത്രയും വേഗം തന്നെ ആ ക്യാബ് ഡ്രൈവറെ പിടിക്കണോ ബി? ആ ക്യാബ് ഓണറിന്റെ കയ്യിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഏട്ടാ. നാളെ കോണ്ടാക്ട് ചെയ്യാന്നാ പറഞ്ഞേ. ശിവാനിയെ കൊന്നവന്മാരെ വെറുതെ വിടാൻ പാടില്ല ഏട്ടാ. അവന്മാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. കോഫി എടുക്കാക്കില്ലേട്ടാ? അയ്യോ, പുറത്തെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. വീട്ടിലേക്ക് വന്ന ഒരേ പ്രശ്നങ്ങളും ആലോചിക്കുമ്പോ തന്നെ തല പൊട്ടിപ്പിളരാ. ഇളയമ്മേ, കോഫി കുടിക്കുന്നോ? കുടിക്കാം. തല പൊട്ടിപ്പിളരുന്ന വേദനയാ. കോഫി എടുത്തോ ചേച്ചി?
നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ കോഫി കൊണ്ടുതരും. അവള് കോഫിയല്ലേ തന്നത്, വിഷമൊന്നല്ലല്ലോ. ഇന്ന് കോഫി കൊണ്ടുവന്നവളെ നാളെ വിഷവും കൊണ്ടുതരും. എന്നോട് കഴിക്കാൻ പറയുവാണോ? എന്റെ അനിയത്തി എന്തിനാ വിഷം തരുന്നത് ദമയന്തി? എന്റെ മകളുടെ മരണത്തിന് ഈ നന്ദിനി ഒരു കാരണക്കാരിയാണ്. ഇവൾ ഒരുങ്ങി ചമഞ്ഞ് ഈ വീട്ടിനുള്ളിൽ നടന്ന് എന്റെ മകളുടെ ജീവിതത്തിനൊരു വിലങ്ങുതടിയായി. എന്താ ഈ പറയുന്നത് ദമയന്തി? നന്ദിനി ഈ വീട്ടിലേക്ക് വന്നത് അഖിലിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിട്ടാ. ട്രീറ്റ്മെന്റിന് വേണ്ടി വന്ന ഈ നന്ദിനിയെ എന്റെ അനിയൻ അഖിലിന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് എന്തിനാ തീരുമാനിച്ചത്? നന്ദിനി വെറും നേഴ്സ് മാത്രമല്ല ദമയന്തി, അഖിലിനെ മുറപ്പെണ്ണ് കൂടിയാണ്. അതെ, അതല്ലേ എന്റെ മകൾക്ക് ശത്രു ആയതും എനിക്ക് എതിരാളിയായതും. ഇവളെ കാണുമ്പോഴൊക്കെ എനിക്ക് ഉള്ളിൽ വെറുപ്പ് തോന്നുക. മര്യാദയ്ക്ക് സംസാരിക്കും ദമയന്തി, ഇവളെന്റെ അനിയത്തിയാണ്. അതിന് നീ ഈ വീട്ടിലെ മരുമകൾ മാത്രമാ. ഞാൻ ഈ വീട്ടിൽ ജനിച്ച പെണ്ണും. അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുമോ? മുതിർന്നവരോട് നിനക്ക് ബഹുമാനമില്ലേ? എന്റെ മകളെ കൊന്നവർക്ക് ഞാനെന്തിന് മര്യാദ കൊടുക്കണം? ഇവൾ ഈ വീട്ടിലുള്ളത് കൊണ്ടാ എന്റെ മകള് മരിക്കാൻ കാരണം. ഈ നന്ദിനിയും ഒരു കൊലപാതകയാ. ശിവാനി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അവളെ കൊന്നതാണ് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു ദമയന്തി. അത് കൊലപാതകമോ ആത്മഹത്യയോ? ഈ നന്ദിനി അവൾക്ക് എതിരായി നിന്ന കാരണം കൊണ്ടാണ് എന്റെ മോള് വീട് വിട്ടു പോയത്. ഇതാ, ഇവളിവിടെ ഇല്ലായിരുന്നെങ്കിലേ എന്റെ മകൾ ജീവനോടെ ഇരുന്നെ. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയല്ല ദമയന്തി. നന്ദിനി അഖിലിനെ എന്തുമാത്രം ശുശ്രൂഷിച്ചു. ഒരു തരത്തില് പറഞ്ഞ അഖില് നടക്കാൻ കാരണം പോലും നന്ദിനിയാ. ആ, ഈ കാണുന്ന സ്വത്ത് പോലും അവള് കാരണം ഉണ്ടായെന്ന് പറ. അന്യ ആൾക്കാരെ കൊണ്ടുവന്ന് തലയുടെ മേളിൽ വെച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ പെണ്ണെ ചുടുകാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്റെ മകളുടെ ശാപം ഇതാ ഈ നന്ദിനിയെ വെറുതെ വിടില്ല. ഇവളെ കാണുന്നത് തന്നെ മഹാപാപമാണ്. ശിവാനിയുടെ മരണത്തിന് കാരണമായ ഇവളെ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കണമേ. ഇനി ഒരു നിമിഷം പോലും ഇവൾ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. എടി, പുറത്തിറങ്ങടി. മര്യാദയ്ക്ക് നീ തന്നെ പോകുന്നോ അതോ കഴുത്തിന് പിടിച്ച് പുറത്താക്കണോ? നിൽക്ക് നന്ദിനി. നന്ദിനെ പുറത്തേക്ക് അയക്കാനുള്ള അധികാരം നിനക്കില്ല. അവൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ എന്ത് അവകാശമാണുള്ളത്? നന്ദിനി ഈ വീട്ടിലെ മൂത്ത മരുമകളുടെ അനിയത്തിയ. ഈ വീടിന് വേണ്ടപ്പെട്ട പെൺകുട്ടി. ഞാൻ ഈ വീട്ടിൽ ജനിച്ച പെണ്ണാ. നീ ഈ വീട്ടിലെ പെണ്ണാണെങ്കിൽ നിന്റെ മകളെ പോലൊരു പെൺകുട്ടിയെ ഈ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കോ? ആരാ നിനക്ക് അതിനുള്ള അധികാരം തന്നത്? ഇവള് എന്റെ മകളെ പോലെയാണെന്നോ ചേട്ടാ? ഇവള് എന്റെ മകൾക്ക് എതിരാളിയായി വന്ന് അവളെ കൊന്നു കളഞ്ഞു. എത്ര തവണ നിന്നോട് പറയണം? നീ മകള് നഷ്ടപ്പെട്ട ദുഃഖത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഞാൻ ദുഃഖത്തിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. പക്ഷെ എന്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല. അമ്മയെങ്കിലും പറയണം. ഇതാ, ഈ നന്ദിനെ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ. അപ്പോഴേ എനിക്ക് മനസ്സമാധാനം കിട്ടൂ. എന്താ അമ്മ പറയാൻ മടിക്കുന്നത്? അമ്മയ്ക്കും എന്റെ വേദന മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇതാ, ഇവിടെ നിൽക്കുന്ന ഈ പിശാച് കാരണമാ അമ്മയുടെ പേരക്കുട്ടി മരിച്ചത്. ഇവൾ അഖിലിനെ കല്യാണം കഴിക്കാൻ തയ്യാറായത് കാരണമാ അമ്മയുടെ പേരക്കുട്ടി മനസ്സ് വേദനിച്ച് മരിച്ചത്. ഇനിയും ഇവളെ ഈ വീട്ടിൽ നിർത്താൻ പറ്റുമോ? ഇവളെ കാണുമ്പോ അമ്മയുടെ പേരക്കുട്ടിയുടെ ഓർമ്മ വരുന്നില്ല അമ്മയ്ക്ക്? പറയൂ അമ്മേ. നന്ദിനിയോട് എനിക്ക് പുറത്തു പോവാൻ പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് ഇവൾ ഈ വീട്ടിൽ എന്തുമാത്രം സഹായം ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള പെൺകുട്ടിയോട് പുറത്തു പോവാൻ ഞാൻ എങ്ങനെയാ പറയുക? അങ്ങനെയാണല്ലേ? അപ്പൊ ശരിയമ്മേ, അവൾ ഈ വീട്ടിലുണ്ടെങ്കിലേ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല.
എന്റെ മകളെ കൊന്നവളുടെ കൂടെ എനിക്കിനി നിൽക്കാൻ പറ്റില്ല. അവളോ ഞാനോ എന്ന് തീരുമാനിച്ചോളൂ. ഈ വീട്ടിൽ ഒന്നില്ലെങ്കിൽ ഞാനുണ്ടാകണം, അല്ലെങ്കിൽ അവൾ ഉണ്ടാകണം. അവളെ പുറത്തേക്ക് അയക്കുന്നോ അതോ എന്നോട് പുറത്തു പോകാൻ പറയുന്നോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു ദമയന്തി? എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇടയ്ക്ക് നീ കയറി സംസാരിക്കാൻ പാടില്ല. നീ കാരണമാ നന്ദിനിക്ക് ഇത്ര അഹങ്കാരം. നീയാണ് അവളെ എരികേറ്റി വിട്ടത്. രണ്ടുപേരും കൂടെ ചേർന്ന് എന്റെ മകളെ കൊന്നു തള്ളി. ദമയന്തി, ഇനി ഒരു തവണ കൂടി ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. ആദ്യം എങ്ങനെയാ സംസാരിക്കേണ്ടത് പഠിക്കാം. കണ്ടില്ലേ അമ്മേ, ഏട്ടൻ എന്നോട് എങ്ങനെയാ സംസാരിക്കുന്നതെന്ന്? അമ്മയെങ്കിലും പറയൂ അമ്മേ. നന്ദിനി ഈ വീട്ടിൽ നിന്ന് പോവാനായിട്ട് അഭിയും വസു സമ്മതിക്കില്ല. ഈ ദമയന്തി പുറത്തു പോയാ എനിക്കൊരു കൂട്ടില്ലാതാകും. പിന്നെ ഞാൻ ഒറ്റത്തടിയായി പോകും. എടി ദമയന്തി, നിന്റെ അമ്മ എന്താ പറഞ്ഞത്? നീ ചോദിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. എന്തുകൊണ്ടില്ല? ഈ നന്ദിനിക്ക് ഈ വീടുമായിട്ട് എന്താ ബന്ധം? നന്ദിനി ഭാവനയുടെ അനിയത്തിയ. അഖിലിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവക്ക് വന്ന കല്യാണാലോചനയും മുടങ്ങി. അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കേണ്ടത് ഈ കുടുംബത്തിന്റെ കടമയാണ്. എന്ത് വർത്തമാനോ ഈ പറയുന്ന കുഞ്ഞമ്മേ? നിങ്ങളും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണോ? എടീ, എന്റെ സപ്പോർട്ട് എപ്പോഴും നിനക്കാ. നന്ദിനി അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല. ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ നീ വായ അടക്കേ. എല്ലാവരും കൂടെ ചേർന്ന് എന്റെ വായ അടക്കാൻ നോക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്തോ. ദമയന്തി പറയുന്നതൊക്കെ നീ കാര്യാക്കണ്ട നന്ദിനി. അവളുടെ വിഷമം കൊണ്ട് ഓരോന്ന് പറയുന്നതാ. നീ അകത്തേക്ക് പൊയ്ക്കോ. ഇവൾ ഈ വീട്ടിലുള്ളത് കാരണമാ എന്റെ മകള് മരിച്ചു പോയത്. ഈ നന്ദിനിയും ഒരു കൊലപാതകയാണ്. ശിവാനിയുടെ മരണത്തിന് കാരണമായ ഇവളെ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് വസുന്ധര ഇങ്ങോട്ട് വരുമെന്ന് നീ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തു. എന്റെ മേൽ വസുവിന് സംശയം വരാതെ നീ രക്ഷിച്ചു. താങ്ക് യു. ഞാൻ ആ വീട്ടിൽ കുറെ നാൾ താമസിച്ചതല്ലേ. അവിടെയുള്ള എല്ലാവരുടെയും മെന്റാലിറ്റി എനിക്കറിയാം. അവിടെയുള്ള എല്ലാവരെയും കാളും വസുവേട്ടത്തിയും അഭിയേട്ടനും വളരെ ഡേഞ്ചറസാ. അതുകൊണ്ടാ ഞാൻ മുൻകൂട്ടി നിങ്ങളെ വാൺ ചെയ്തത്. എനിക്ക് ഒരുപാട് ഫേവേഴ്സ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ വെച്ച് തന്നെ ഉണ്ണിയുടെ കൈ കഴുകി പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അത് കുഴപ്പമില്ല മാഡം. എത്ര വലിയ ജീനിയസ് ആണെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പറ്റിപ്പോവും. എന്തായാലും മാഡം എസ്കേപ്പ് ആയല്ലോ. യെസ്, ഉണ്ണിയുടെ കൈകൊണ്ട് മുദ്രപത്രത്തിൽ അവന്റെ തംപ്രിന്റും ഒപ്പും നമ്മൾ ഇടിപ്പിച്ചു. ശരിക്കുള്ള ടാസ്ക് ആ വസുവിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്നത് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. നമ്മുടെ പ്ലാനിലെ ടഫ് പാർട്ട് അതാ. വസു സൈൻ ചെയ്യുകയാണെങ്കിൽ സ്വത്ത് മുഴുവൻ എന്റെ പേരിലാകും. അതിന്റെ 2% ഞാൻ നിനക്ക് തരാം. അതായത് കുറഞ്ഞതൊരു 10 കോടിയെങ്കിലും നിനക്ക് കിട്ടും. ലൈഫ് എൻജോയ് ചെയ്. താങ്ക്സ് മാഡം. വസുവേട്ടത്തിയുടെ കയ്യൊപ്പ് വാങ്ങുന്നതിനായി എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. എന്താ അത്? വാവ്, നീ ഗ്രേറ്റാ കാർത്തികേ. നിന്റെതൊരു നോർമൽ ബ്രെയിൻ അല്ല. ഇന്ന് നിന്റെ പ്ലാനൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. നീ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ വസുവിന് ഒരു ഡൗട്ടും ഇല്ലാതെ ഒപ്പിട്ട് തരുമെന്ന് ഉറപ്പാണ്. അങ്ങനെ സ്വത്തെല്ലാം എന്റെ സ്വന്തമാകും.
നീ ശരിക്കും ജീനിയസ് ആണ്. അല്ല, നിനക്ക് ഇതുപോലെയുള്ള ഐഡിയാസ് എവിടെ നിന്ന് കിട്ടുന്നു? വസുവേട്ടത്തിയുടെ മേലുള്ള പക എനിക്ക് അത്രയ്ക്കും ഉണ്ട് മാഡം. വസുവേട്ടത്തിക്ക് ഏതൊക്കെ രീതിയിൽ തിരിച്ചടി കൊടുക്കാന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വസുന്റെ മേൽ നിനക്ക് നല്ല പകയാണല്ലോ. എനിക്ക് അവര് ചെയ്ത ദ്രോഹങ്ങളൊക്കെ അത്രയ്ക്ക് വലുതാണ് മാഡം. വസുവേട്ടത്തി കാരണം ആ വീട്ടില് ഞാൻ ഓരോ നിമിഷവും നരകമാണ് അനുഭവിച്ചത്. എന്നെ വിശ്വസിപ്പിച്ച് ഡിവോഴ്സ് വാങ്ങി തന്നു. ഒരു രൂപ പോലും എനിക്ക് തരാതെ ഉടുതുണിയോടെ എന്നെ ആടിച്ചടക്കി വിട്ടു. ഞാൻ ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ എന്നെ പല തവണ അവര് തല്ലിയിട്ടുണ്ട്. അവസാനം എന്റെ അഖിലിനെ രണ്ടാമത് കല്യാണം കഴിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള വസുവേട്ടത്തിയെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അഖിലിന്റെ ഫാമിലിയെ ഞാൻ നശിപ്പിക്കും. എന്ത് ചെയ്യാനാ പോകുന്നേ? ഉടുതുണിയോടെ ഞാൻ എങ്ങനെ നടു റോഡിൽ നിന്നോ അതുപോലെ ആ ഫാമിലിയും നടു റോഡിൽ നിന്ന് പിച്ചെടുക്കണം. പട്ടിണി കിടന്ന് മരിക്കണം. അത് കണ്ടാലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. ഇതെന്റെ സ്വപ്നമല്ല മാഡം, ഇതെന്റെ പ്രതികാരമാണ്. ഓക്കെ കാർത്തിക, നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ആദ്യം സ്വത്ത് നമുക്ക് കിട്ടട്ടെ, അതിനുശേഷം അവർക്കുള്ള പണി കൊടുക്കാം. സ്വത്ത് വന്നു കഴിയുമ്പോ മാഡം എന്നെ കൈവിട്ട് കളയോ? ഞാൻ അങ്ങനെയുള്ള ആളല്ല കാർത്തിക. തന്ന വാക്ക് ഒരിക്കലും തെറ്റിക്കില്ല. നിന്റെ പകയ്ക്ക് ഞാൻ കൂട്ടുകാരിയാ. താങ്ക് യു മാം. അതെ, യാ. ഏട്ടാ, മെനിഞ്ഞാന്ന് ഞാൻ ഈവൻ ഫയൽ തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതൊന്ന് കൊണ്ടുവരാമോ? ഒരു നിമിഷം അഭി. ഭാവനെ, ഭാവനെ, എന്താ ഏട്ടാ? ബ്യൂറോയിൽ വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ നിന്നിലൊരു ഫയൽ തന്നില്ലായിരുന്നോ? അതൊന്ന് എടുത്തിട്ട് വന്നേ. എന്റെ കയ്യിൽ എപ്പോഴാ തന്നെ? ആ, നന്ദിനി അടുത്ത് കൊടുത്തെന്നാ തോന്നുന്നേ. ഒന്ന് വാങ്ങിട്ട് വന്നേ. നന്ദിനി, നന്ദിനി, നന്ദിനി ഇതെവിടെ പോയി? ഏട്ടാ, ഏട്ടാ, എന്തുപറ്റി ഭാവനെ? നന്ദിനി ലെറ്റർ എഴുതി വെച്ചിട്ട് വീട് വിട്ട് പോയി ഏട്ടാ. ചേച്ചിയും ചേട്ടനും അറിയാൻ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം വീട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്.